ക്രൂരതയുടെയും അടിച്ചമർത്തലിന്റെയും ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രേതം പിടികൂടിയവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബിജെപി സർക്കാർ എന്ന് സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ ശിവരാമൻ. സിപിഐ കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ സമാപനം വെള്ളയാങ്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലർ മനുഷ്യരെ ഗ്യാസ് ചേംബറിൽ അടച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നൊടുക്കിയതെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ജനങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചുട്ടരിക്കപ്പെടുകയും ചെയ്യുകയാണ്. മണിപ്പൂരിൽ സ്ത്രീകളടക്കമുള്ളവരെ കൊന്നൊടുക്കുകയും ക്രൂരത അഴിച്ചുവിടുകയും ചെയ്തിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നാളിതുവരെയായും മണിപ്പൂർ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSനും BJPക്കും എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ച് സംസാരിക്കുവാൻ കഴിയുന്നതെന്നും കെ ശിവരാമൻ ചോദിച്ചു. ഫാസിസം നമ്മളെ വിഴുങ്ങാൻ പോകുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചെയ്തതാണ് ഇവിടെ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാസിസമായിട്ടില്ല എന്ന് പറയുന്ന ചിലരുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഫാസിസമായിട്ടില്ല, ഇവിടെ ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഫാസിസം എന്ന് പറയാൻ കഴിയില്ല. ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ചില വിപ്ലവകാരികൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ അവരോട് വിനയപൂർവ്വം ചോദിക്കട്ടെ, 2 കൊല്ലമായി മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം കത്തിയേറുക. അവർ ജയിലറയിലാണ്, അവർ തടങ്കൽ പാളയത്തിലാണ്. 50,000-ലേറെ ആളുകൾ ആ നാട് വിട്ടുപോയിരിക്കുന്നു. 50,000-ൽ പരം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. എത്രയോ സ്ത്രീകൾ കൂട്ടബലാത്കാരത്തിനിരയായി. 150-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി. 100 കണക്കിന് കന്യാസ്ത്രീകളെ മരണപ്പെടുത്തി. മണിപ്പൂരിൽ സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മണിപ്പൂർ എന്ന വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ? ഇല്ലോ. ആ മണിപ്പൂരിൽ എന്താ നടക്കുന്നത് സഖാക്കളെ? ഫാസിസം അല്ലെങ്കിൽ എന്താ നടക്കുന്നത്? എനിക്കറിയില്ല. രാജ്യത്തിന്റെ സകല തലങ്ങളിലും സകല മേഖലകളിലും ഫാസിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു. സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ ഉത്തരവിന് പുല്ലുവിലയെ കൊടുത്ത് പാർലമെന്റിലെ സ്വന്തം കൽപ്പടിയില്ല, എക്സിക്യൂട്ടീവ് സ്വന്തം കൽപ്പടിയില്ല. അന്യമത വിദ്വേഷം ആളിക്കത്തിക്കുകയാണ്. മതസ്പർദ്ധയാണ് ഇവരുടെ ആയുധം. കപട ദേശീയതയാണ് ഉയർത്തിപ്പിടിക്കുന്ന ആയുധം. 2 ദിവസങ്ങളിലായാണ് CPI കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം വെള്ളയാങ്കുടിയിൽ നടന്നത്. സമാപനത്തിന് മുന്നോടിയായി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വെള്ളയാങ്കുടി ടൗണിൽ പ്രകടനം നടന്നു. യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി സനീഷ് മോഹനൻ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി VK അഭിലാഷ്, CPI മണ്ഡലം സെക്രട്ടറി VR ശശി, VK അഭിലാഷ്, VK ധനപാൽ, KG ജോയ്സ്, VT ഷാൻ, KS രാജൻ, KN കുമാരൻ, KR രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.